നമസ്കാരം. എല്ലാവർക്കും KG ടൈംസ് മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോ ഇന്നത്തെ ഒരു സംഭവ വികാസമായ ഒരു സംഭവമാണ് കേട്ടോ പറയാൻ പോണേ. അതായത് നാട്ടിൽ പൊതുവെ നടക്കുന്ന ഒരു കാര്യമാണ്. അറിയാവോ എന്താന്ന്? ഇത് ഇന്നലെ നമ്മൾ ഇതിന്റെ ഒരു ടോപ്പിക് ആയിട്ട് വന്നായിരുന്നു. ഇന്ന് വേറൊരു ഒളിച്ചോട്ട വീഡിയോ ആണ് കേട്ടോ ഇന്നത്തെ ഒരു ടോപ്പിക് എന്ന് പറയുന്നത്. അല്ല, ഇത് ഇത്തിരി വെറൈറ്റി ആണ്. ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ഒളിച്ചോട്ടമാണ്. അതായത് കല്യാണം ഉറപ്പിച്ചു വെച്ചിരുന്ന ഒരു പെൺകുട്ടി ഒരു പയ്യനുമായിട്ട് ഒളിച്ചോടി പോയി. നടക്കുന്ന കാര്യമാണല്ലോ. പക്ഷെ കല്യാണത്തിന് കുറച്ച് മുന്നേ ആയിട്ടോ ഒളിച്ചോടിയത്. അതായത് എന്തായാലും വീട്ടുകാർക്ക് ഭാഗ്യമുണ്ട്. കാരണം കല്യാണം നടത്താനോ അല്ലെങ്കിൽ പിന്നെ ചെക്കന്റെ ഭാഗ്യത്തിനോ അതിന് മുന്നേ കുറച്ച് നാൾ മുന്നേ ചെറുക്കന്റെ കല്യാണം കഴിഞ്ഞിട്ടാണെങ്കിൽ എന്തൊക്കെ ബുദ്ധിമുട്ടുണ്ടായാലും ജീവിതം കൂടി പോയാനെ. അതെ, അല്ല പിന്നെ ഒളിച്ചോടി കൂടെ പോയ പയ്യനെന്ന് പറയുന്നതും കുറെ പേർക്കൊക്കെ അറിയായിരിക്കും. ഭയങ്കര ഇവരുടെ അടുത്ത ബന്ധു കേട്ടോ. അപ്പം ഇതിലെ കോമഡി എന്താന്ന് വെച്ചാല് ഈ ഒളിച്ചോടി പോയ പയ്യനാണെന്നറിയോ? സ്വന്തം ചേച്ചിയുടെ ഭർത്താവ്. മാത്രല്ല ചേച്ചിക്ക് 2 മക്കളും ഉണ്ട്. അപ്പം ആത്മാർത്ഥ പ്രണയമാണ് കേട്ടോ. ഇതെന്താ സംഭവം എന്ന് പറഞ്ഞാല് എന്ന് പറഞ്ഞാല് ഫേസ്ബുക്കിൽ വന്ന ഒരു പോസ്റ്റാണ്. ഒരു വീഡിയോ ഉൾപ്പെടെയാണ് അവർ ഇട്ടേക്കുന്നത്, ഒളിച്ചോട്ടം. അപ്പം അതാണ് നമുക്ക് എന്തായാലും അതൊന്ന് വീഡിയോ കാണാം ആദ്യമേ. എല്ലാവരും ഞങ്ങളോട് ക്ഷമിക്കുക. ഞാനും വിഷ്ണു തമ്മിലുള്ള കല്യാണത്തിന് എനിക്ക് താല്പര്യമില്ല. എല്ലാവരും കൂടെ നിർബന്ധിച്ച കാരണമാണ് ഞാൻ എല്ലാത്തിനും സമ്മതം മൂടിയത്. ഞാനും ഏട്ടനും വർഷങ്ങളോളമായി ഇഷ്ടത്തിലാണ്. അത് ഒരാൾക്ക് മാത്രമേ അറിയുള്ളൂ. വർഷങ്ങളോളം ഇഷ്ടത്തിലാന്ന് പറയുമ്പോ അവന്റെ നെറ്റിയൊക്കെ തെളിഞ്ഞ് അല്ല ഇത് നാടയില്ലെന്നുള്ളതാണേ. ഒന്നും ഉണ്ടാണ്ട് വെക്കായിരുന്നു. എനിക്ക് ഏട്ടനില്ലാണ്ട് ഒരിക്കലും ജീവിക്കാൻ പറ്റില്ല. അങ്ങനെ തന്നെയാണ് ഏട്ടനുള്ളത്. അതിനാണ് ഞങ്ങൾ പോയി കഴിഞ്ഞാൽ ആരും അന്വേഷിക്കാനോ പിടിക്കാനോ ഒന്നും വരരുത്. ആരന്വേഷിക്കാൻ വരുന്നത് ഇതിനൊക്കെ? വീട്ടുകാരുടെ നിർബന്ധത്തിനാണ് ഞാൻ എല്ലാത്തിനും ഇന്നവരെ സമ്മതിച്ചത്. അല്ലെങ്കിൽ ഇന്ന് ഏട്ടൻ പറഞ്ഞ് നിർബന്ധിച്ചിട്ടോ ബ്ലാക്ക് മെയിൽ ചെയ്തിട്ടോ ഒന്നും കൊണ്ടല്ല ഞാൻ ഈ ഒരു വീഡിയോ എടുക്കാൻ കാരണം. ഞങ്ങൾ പോയി കഴിഞ്ഞാലും ഇതിനെക്കുറിച്ചുള്ള ഒരു പ്രശ്നം ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഉണ്ടാകരുത്. ഞങ്ങൾ അത്രയും ആത്മാർത്ഥത സ്നേഹിച്ച ആൾക്കാരാണ്. എന്റെ പൊന്നെ, ആത്മാർത്ഥത കഥയാ. അല്ല, ഇതിപ്പോ ഒരു വീഡിയോ ഇട്ടേക്കുന്ന എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നാലും തപ്പിയൊന്നും വരരുത്. അവരെ അങ്ങ് വിട്ടേക്കണം. ആത്മാർത്ഥ പ്രണയം കേട്ടോ. നിങ്ങളിത് മനസ്സിലാക്കണം. പോയിന്റ് നോട്ട് ചെയ്യണം. ആത്മാർത്ഥ പ്രണയം. ഞങ്ങൾ എവിടെയെങ്കിലും പോയി ജീവിച്ചുണ്ട്. ഞങ്ങൾ പോയി കഴിഞ്ഞാലും പിന്നെയും ഞങ്ങൾക്കൊരു പ്രശ്നം വരരുത്. അത്രയും ആത്മാർത്ഥമായി സ്നേഹിച്ച കാരണമാണ് ഞാനിപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ എടുക്കുന്നത്. എനിക്ക് ഏട്ടല്ലാണ്ട് ഒരിക്കലും പറ്റില്ല. ഞങ്ങൾ ഞങ്ങളന്വേഷിച്ച് ആരും വരരുത്. ഞങ്ങൾക്ക് പിരിയാൻ പറ്റില്ല രണ്ടുപേർക്കും. അങ്ങനെ പിന്നെ വീട്ടുകാർ നിജോനും എല്ലാ കാര്യങ്ങളും അറിയാം. എല്ലാതും അവളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതിനെല്ലാ തെളിവും അവളെ കയ്യിലുണ്ട്. ഈ തെളിവും അവളെ കയ്യിൽ തന്നെ കിട്ടുക. അപ്പോൾ ഒരിക്കലും ഞങ്ങൾ അന്വേഷിച്ച് വരരുത്. ഞാൻ വരും തിരിച്ചു വരും. എല്ലാ കാര്യവും ശരിയാക്കിയിട്ട്. എനിക്ക് 2-3 ആൾക്കാരെ കൊണ്ടുപോകാനുണ്ട്. അപ്പോൾ ഞാൻ വരും. 2-3 ആൾക്കാരെ കൊണ്ടുപോകാനുണ്ടത്? ആരെയാണോ 2-3? ഭാര്യനെ കൊണ്ടുവരാണോ? ഭാര്യയും 2 മക്കളോണ്ടോ? അതാണോ അറിയത്തില്ല. ചിലപ്പോ നാട്ടിൽ ആരെങ്കിലും കൊണ്ടുപോകാനാണോ ഉദ്ദേശിക്കുന്നത്? ഇതേപോലെ വേറെ 2-3 പെൺപിള്ളേരെ സെറ്റ് ചെയ്തിട്ട് അതിനെ കൊണ്ടുവരാണോ? ആൾക്കാരെ കൊണ്ടുവരുന്നത് ഞങ്ങൾ എവിടെയും പോയി ജീവിച്ചോട്ടെ. എവിടെ ഇല്ലാണ്ടെങ്കിൽ പറ്റൂല. എന്തോ പ്രതികാരം തീർത്തിട്ട് തിരിച്ചു ഞാൻ വരുന്നത് പറയുന്നത്. പ്രതികാരം വിട്ടാ ഞാൻ വരുവേ. എത്ര ഇത് പബ്ലിക്കിൽ എത്ര രൂപയാ? തെളിവ് കൊടുത്തതാ എല്ലാവർക്കും. അയ്യോ, കോമഡി ആയിട്ടുണ്ട്. അല്ല, ഇത് ഫേസ്ബുക്കിൽ ഒരു വീഡിയോ ആയിട്ട് ഇട്ടുള്ള സംഭവമാണ്. അവര് സീരിയസ് ആയിട്ടാ ചെയ്തെങ്കിലും ഭയങ്കര കോമഡി ആയിട്ടുണ്ട്. ഒന്നും പറയാനില്ല. ആത്മാർത്ഥ പ്രണയത്തിന്റെ തെളിവാണ്. അല്ല, ഇത് തേടി വരാതിരിക്കാൻ വേണ്ടിട്ട് ചെയ്തൊരു കാര്യമാണ്. ഇതിനെയൊക്കെ തേടി പോകുന്ന ഒരു ഈ ലിജി എന്തോ ആ പെണ്ണിനെ തെളിവ് കൊടുത്താ. നാട്ടുകാർക്ക് മൊത്തം തെളിവ് കൊടുത്തിട്ടുണ്ട്.
എന്തായാലും കോമഡി ആയിട്ടുണ്ട് കേട്ടാ. അല്ല ഇപ്പൊ സമൂഹത്തിന്റെ പോക്ക് ഇത് എങ്ങോട്ടാണെന്നുള്ളതാണ്. കാരണം ഒരു ഭാര്യനെ വിട്ടിട്ട് അയാളുടെ മനസ്സാണെങ്കിലും ഭാര്യനെ പോട്ടെ, 2 പിള്ളേരുണ്ട്, അത് വിട്ട് വേറെ ഏതെങ്കിലും ഒരാൾക്ക് ഭാര്യയും 2 മക്കളെയും വിട്ടിട്ടാണ് ആത്മാർത്ഥ പ്രണയം. പ്രണയമല്ല ഇത്, സ്നേഹിക്കുന്നത് വേറെ ആരും കിട്ടിയില്ലേ, വേറെ ആരും ലോകത്തില്ലേ. അനിയത്തിനെ സ്നേഹിക്കാന്ന് പറയുന്നതും അതേപോലെ ചേച്ചിയുടെ ഭർത്താവ് എന്ന് പറയുന്നത് സ്വന്തം ബ്രദറിനെ പോലെ അല്ലേ കാണേണ്ടത്, അതേപോലെ പെങ്ങളെ പോലെ കാണേണ്ട ഒരു വ്യക്തികളാണ് മാതിരി. കലികാലം ഒന്നും മുമ്പ് നമ്മുടെ കൊച്ചിലൊക്കെ കേട്ടിട്ടുണ്ട്, കലികാലമാണ് ചുമ്മാതാ. ഇപ്പഴാ കലികാലം തുടങ്ങിയെന്ന് തോന്നുന്നു. അല്ല ഇതിനു മുന്നേ കുറച്ച് ദിവസം മുന്നേ ആയിരുന്നല്ലോ ഇപ്പൊ വേറൊരു ചേട്ടനും സ്വന്തം അനിയത്തിയും തമ്മിൽ. അത് വെച്ച് നോക്കി ഇത് ഭേദാട്ടോ. അത് വെച്ച് നോക്കുക, ആ ഒരു കേസിൽ തന്നെ എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത്. ഇതൊക്കെ കേട്ട് കഥ ഒന്നും പറയാൻ പോലും പറ്റാത്ത സംഭവങ്ങളാണെങ്കിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അവിടെ ആ വീട്ടുകാരുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി, മക്കളുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. മക്കൾക്ക് ഇപ്പൊ ഒരു പ്രശ്നം വരില്ല, പക്ഷെ ഇത് വളർന്നു വരുമ്പോഴായിരിക്കും. ഈ വളർന്നു വരുന്ന സമയത്ത് പിള്ളേരുടെ ഈ കഥ എത്ര പേര് പറഞ്ഞ് കളിയാക്കും. ഇപ്പൊ ഡിവോഴ്സ് ആയിട്ടുള്ളവർക്ക് തന്നെ അവരുടെ മക്കൾക്ക് സ്കൂളിൽ പോണ ടൈമിലൊക്കെ ഇങ്ങനെ അച്ഛനും അമ്മയും വേറെയാണല്ലോ, പിരിഞ്ഞ് കിടക്കുകയാണല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് കളിയാക്കൽ സഹിക്കുന്ന പിള്ളേരുണ്ട്. അപ്പൊ അതിന്റെ കൂട്ടത്തിൽ ഇങ്ങനെ ഒരു ഇഷ്യൂ നാട്ടിൽ മൊത്തം അറിഞ്ഞു. ഇവരിപ്പോ ഫേസ്ബുക്കിലിട്ട് നാട്ടുകാർ മൊത്തം അറിഞ്ഞത് വൈറലായിട്ടുണ്ട്. അതെ, അവരുടെ ഒരു അവസ്ഥ രണ്ടുപേരും കണക്കാണല്ലോ. അല്ല ആ പെൺകുട്ടിക്കാണെങ്കിൽ തന്നെ എന്ത് ആത്മാർത്ഥമായിട്ട് 3 വർഷമായിട്ട് പ്രണയിക്കുന്നത്, 3 വർഷമായിട്ട് ഇത് ഇങ്ങനെ ഒന്ന് ആലോചിച്ച് നോക്കി എന്ത് അവസ്ഥയാണെന്നുള്ളത്. വേറെ ആരും ഇല്ല ഈ ലോകത്ത് കേട്ടോ ഈ പരിപാടി. ഇതില് റിയാക്ട് ചെയ്യാൻ തന്നെ സത്യം പറഞ്ഞ ഒന്നുമില്ല. എന്ത് റിയാക്ട് ചെയ്യാനാ, നമ്മൾ എന്ത് പറയാനാ. ഇതിപ്പോ എടുത്തിട്ട് വന്നത് ഇതിപ്പോ ഒരു ന്യൂസ് ആയിട്ട് ഇപ്പം പോകുന്നത് കൊണ്ട് മാത്രമാണ് കേട്ടോ നിങ്ങളുടെ മുമ്പിൽ ഇത് എടുത്തിട്ട് പോകണം. ഇതിലല്ലാതെ ഒരു റിയാക്ഷൻ ചെയ്യാനോ പറയാനോ ഒന്നുമില്ല. ഇതിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ പറയുകയാണെങ്കിൽ ഇങ്ങനെയൊക്കെ വല്ലവന്മാര് ആണ്, അല്ലെങ്കിൽ ഏതെങ്കിലും അനിയത്തിമാരൊക്കെ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അപ്പോഴും ഉപേക്ഷിക്കുക ബന്ധം. പിന്നെ പേര് പോലെ ഒന്നും നിൽക്കരുത്. അപ്പോഴേ അടിച്ച് വെളിയിൽ ഇറക്കുക, അത്രേ ഉള്ളൂ. വേറെ പരിപാടി വേറെ ചോദ്യമൊന്നും വേണ്ട, അപ്പോഴേ അടിച്ച് വെളിയിൽ ഇറക്കുക, അത്രേ ഉള്ളൂ. അല്ല എന്ത് പറയുന്ന അല്ല അവന്റെ ആത്മാർത്ഥ പ്രണയത്തിനെ കുറിച്ച് പറഞ്ഞത്. ഈ ആത്മാർത്ഥമായിട്ട് പ്രണയിക്കുന്ന എത്ര അവരിത് കേട്ടിട്ട് അവനെ വെട്ടിക്കൊ. അല്ല ശരിക്കും പറഞ്ഞാൽ അവര് രണ്ടുപേരുടെ എക്സ്പ്രഷൻ ഇടയിലൊക്കെ കാണും, നമുക്ക് തന്നെ ഒരു ഇറിറ്റേഷൻ ആവുകയാണ്. ഭയങ്കര നിനക്ക് അങ്ങനെ ആയിരുന്ന ഒരു ബുദ്ധിമുട്ട് തോന്നുകയാണ്. ഇത് എന്താണ് ഈ കാട്ടിക്കൂടുന്നത്? സ്നേഹിക്കുക, ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന പറയാണ്ട് നെറ്റിയൊക്കെ തെളിഞ്ഞ് നെറ്റിയൊക്കെ വിരിഞ്ഞു, താമരമൊട്ട് വിരിയുന്നതൊക്കെ വിരിഞ്ഞ. അല്ല ഓട്ടോയിലെങ്ങാണ്ട് ഇരിക്കുന്നത്, ഓട്ടോയിലിരുന്ന് അത് പറഞ്ഞിട്ട് പബ്ലിക്കായിട്ട് ഉപ്പ് കൊടുക്കും. ഓട്ടോക്കാരെ വെട്ടിക്കൊന്നു രണ്ടിന്. അതെ, ഒരു ഉളുപ്പും ഇല്ലാത്ത 2 സാധനങ്ങൾ. എന്ത് ആൾക്കാരാണോ ദൈവം. എന്തായാലും ഇത്രയും മതിയല്ല. ഇത് കൂടുതൽ എന്തെങ്കിലും പറയാൻ അറിയാത്തവരൊക്കെ ഒന്ന് അറിഞ്ഞു കേട്ടോ. ഇതൊക്കെയാണ് ഇപ്പൊ നാട്ടിൽ നടക്കുന്ന സംഭവങ്ങൾ, ബാക്കിയുള്ളവരെ കൂടെ നാട്ടിക്കാനായിട്ട് ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ആത്മാർത്ഥ പ്രണയത്തിന്റെ തെളിവുകൾ ഞങ്ങൾ ഫെബ്രുവരി 14 വരണം. അതിന് മുന്നേ ഒരു അമ്മിട്ടിരിക്കട്ടെ എന്ന് കരുതി കാണും. വാലന്റൈൻസ് ഡേക്ക് രക്തസാക്ഷികളാണല്ലോ വാലന്റൈൻസ് ഡേക്ക്. അതെ അതെ, അതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ചോക്ലേറ്റ് ഒക്കെ വാങ്ങിയോ, ഈ ഫോട്ടോ ഉണ്ടല്ലോ, ഈ ഫോട്ടോ ഒക്കെ ഒട്ടിച്ചിട്ടൊക്കെ കൊടുക്കണം കേട്ടാ. ദിവ്യ പ്രണയത്തിന്റെ ഉത്തമ രക്തസാക്ഷികളാണ്. അല്ല ഇത് പറയൂല്ലോ എന്തോ ദിവ്യ പ്രണയം മരിച്ചിട്ടില്ലെന്ന്. അതാണ് ഏട്ടായി കോമി പ്രണയം മരിച്ചിട്ടില്ല. അതെ, ഇപ്പോഴും അതുണ്ട്. ആ ഓട്ടം കയറി പൊയ്ക്കൊണ്ടിരിക്കുകയായിരിക്കും. ഓക്കെ എന്തായാലും ഈ വീഡിയോ ഇവിടെ വരെ ഉള്ളു. ഇതിൽ കൂടുതലൊന്നും പറയാനില്ല. ചിരിച്ച് ഇതാണെങ്കിൽ കളിയാക്കി വിടാനോ എന്നൊക്കെ ഉള്ളു. അല്ലെങ്കിൽ നേരിട്ട് കാണാമെങ്കിൽ തല്ലി ഒട്ടിക്കുക, അത്രേ ഉള്ളൂ. അപ്പം അടുത്ത വീഡിയോ വരുന്നവരെ അപ്പം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും, നിങ്ങളുടെ കമന്റും കയറിയ കമന്റ് ചെയ്യാൻ ഇഷ്ടംപോലെ കാണും. എന്നാലും കമന്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ.